സനാതന സംസ്കാരത്തിന് അതിരുകളില്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടി പറയട്ടെ. കഴിഞ്ഞ ദിവസം അയുധ ചണ്ഡിക മഹായാഗവേദിയിൽ ഒരു വ്യക്തി എത്തി. എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം ഖസാക്കിസ്ഥാൻ സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ പേര് നാസർ എന്നാണ്. ഹോമകുണ്ടത്തിനരികിലിരുന്ന് ഭക്തി നിർഭരമായി ഹവനം ചെയ്യുന്ന അദ്ദേഹം ആ യാഗവേദിയിൽ ഒരു അതിശയമായി മാറുകയായിരുന്നു. നാസർ അയുധ ചണ്ഡിക മഹായാഗത്തിൽ പങ്കെടുക്കാൻ കൃത്യസമയത്ത് തന്നെ മഞ്ചേരിയിലെത്തി. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ട്രിച്ചി തിരു ഇങ്കോയ്മല ലളിത മഹിളാ സമാജം മഠാധിപതി യോഗിനി ശ്രീ ജയാംബ വിദ്യാംബ സരസ്വതി നവാക്ഷരി മന്ത്രദീക്ഷ നൽകി ചണ്ഡിക ഹോമത്തിന് അദ്ദേഹത്തിന് അനുമതി നൽകുകയായിരുന്നു. തുടർന്ന് നാസറും വളരെ കൃത്യതയോടെ ഭക്തിയോടെ ഈ ചടങ്ങിൽ പങ്കെടുത്തു എന്നത് തന്നെയാണ് സനാതന സംസ്കാരത്തിന്റെ മഹത്വം. ഖസാക്കിസ്ഥാനിലെ മൈനിങ് കമ്പനിയിൽ മാനേജറാണ് നാസർ. തന്ത്രി മുടപ്പിലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ ശിഷ്യൻ കൂടിയാണ്. കഴിഞ്ഞ വർഷം അവസാനത്തോടെ നാസർ ഒരു തവണ കേരളത്തിൽ എത്തിയിരുന്നു. ചെത്തല്ലൂരിലെ ഒരു സ്വകാര്യ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി എത്തിയപ്പോഴാണ് എന്താണ് സനാതന ധർമ്മം എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത്. ഇത് അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ, കൂടുതൽ പഠിക്കണമെന്ന് തോന്നി. അങ്ങനെ ഒരു ഗുരുവിനെ അന്വേഷിച്ചു. ആ അന്വേഷണം അദ്ദേഹത്തെ മുടപ്പിലാപ്പള്ളി മനയിലെത്തിച്ചു. ഈ വർഷം ഫെബ്രുവരിയിൽ തന്ത്രശാസ്ത്ര വിധി പ്രകാരം പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൽ നിന്ന് മന്ത്രദീക്ഷ സ്വീകരിക്കുകയും ചെയ്തു. ഇനി അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന അച്ഛനമ്മമാരുടെ മകനായതുകൊണ്ട് തന്നെ താൻ ഒരു മതത്തിലും ഉൾപ്പെടുന്നില്ല എന്നും നിലവിലുള്ള എല്ലാ മതവിശ്വാസങ്ങളെയും താൻ അംഗീകരിക്കുന്നു എന്നുമാണ് നാസറിന്റെ പക്ഷം. ഭൗതികവും ആത്മീയവുമായ ഈ ജീവിതത്തിൽ കാര്യക്ഷമമായിരിക്കാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന അതിമനോഹരവും സമഗ്രവുമായ അറിവാണ് സനാതന ധർമ്മം എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് സനാതന ധർമ്മത്തെ പിന്തുടരാൻ താൻ തീരുമാനിച്ചത് എന്നും നാസർ പറയുന്നു. എന്തായാലും ഖസാക്കിസ്ഥാനിൽ നിന്നും ഇവിടെ എത്തി സനാതന ധർമ്മത്തെ ഇത്രയധികം ബഹുമാനത്തോടുകൂടി മനസ്സിലാക്കി, ഒപ്പം വളരെ ഭക്തിയോടുകൂടി ഈ ചണ്ഡിക യാഗത്തിൽ പങ്കെടുത്ത അദ്ദേഹത്തെ എല്ലാവരും ഒരു അതിശയത്തോടു കൂടി കാണുമ്പോഴും സനാതന ധർമ്മത്തിന്റെ വ്യാപ്തി അത് എത്രമാത്രമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.